നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലായിലാണ്, കോട്ടയം ജില്ലയിലെ പാലായിലാണ്. ഇവിടെ കേരള സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അണ്ടർ 13 ജയിച്ച ഋതിക നമ്പ്യാറാണ് നമ്മുടെ ഒപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. ഞാൻ ഋതിക നമ്പ്യാർ, അണ്ടർ 13 സ്റ്റേറ്റ് ചാമ്പ്യൻ. ഞാൻ കളി തുടങ്ങിയിട്ട് 4 വർഷമായി. ഷിപ്സിൽ വന്നിട്ട് 1 വർഷം ആവാനായി, 1 വർഷം ആയി. പിന്നെ ഫസ്റ്റ് ടൈമാണ് സിംഗിൾസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുന്നത്. സെൻറ് തോമസ് കോളേജിനകത്തുള്ള ഷിപ്സ് അക്കാഡമിയിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് 1 വർഷം. പിന്നെ അവിടുത്തെ കോച്ചസ് എല്ലാവരും ഭയങ്കര നന്നായിട്ട് നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തരും. പിന്നെ നല്ല കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ, ലൈക്ക് ഇപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുവരെ നല്ല ഈസി ആയിട്ട് കറക്റ്റ് ചെയ്ത് തരും. ഷിപ്പ് സ്കൂൾ ഓഫ് ബാഡ്മിൻ്റൺ അക്കാഡമിയുടെ ചീഫ് കോച്ചാണ്. ഇന്ന് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു ദിവസമാണ്. കാരണം നമ്മുടെ ഋതിക നമ്പ്യാർ കേരള സബ് ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ അണ്ടർ 13 ഗേൾസ് സിംഗിൾസ് വിഭാഗത്തിൽ ചാമ്പ്യനായിരിക്കുകയാണ്. ഞങ്ങളുടെ അക്കാഡമിയുടെ മോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് വി പ്രൊഡ്യൂസ് ചാമ്പ്യൻസ് എന്നാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി സെൻറ് തോമസ് കോളേജിൽ, പാലാ സെൻറ് തോമസ് കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒട്ടനവധി മെഡലുകൾ നമ്മൾ കരസ്ഥമാക്കുകയുണ്ടായി. മിക്സഡ് ഡബിൾസിൽ, അതുപോലെ ഡബിൾസിൽ, പല കാറ്റഗറിയിൽ പല ഈവൻറ്റുകളിലായിട്ട് നമ്മൾ മെഡൽ കരസ്ഥമാക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ സിംഗിൾസിൽ നമ്മുടെ അക്കാഡമിയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ഒരു കായിക പ്രതിഭയാണ് നമ്മുടെ ഋതിക നമ്പ്യാർ. സോ വി പ്രൗഡ് ഓഫ് യു ഋതിക നമ്പ്യാർ. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെന്ന് പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി അത്ലറ്റിക്. ഓക്കെ, സോ അത് അദ്ദേഹത്തിന് കിട്ടിയൊരു കഴിവെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടിയത് ആകാനാണ് ഏറ്റവും വലിയ സാധ്യത. കാരണം പാരൻ്റ് നല്ലൊരു ഇൻ്റർനാഷണൽ അത്ലറ്റാണ്. സോ അതിൻ്റെ ഒരു പാരമ്പര്യമാണ് അയാളുടെ ഈ ഫിസിക്കും കാര്യങ്ങളും. സോ ഏജ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ട കാര്യമാണ് ഫിസിക് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 2023 ഡിസംബറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അക്കാഡമിയിൽ വന്നത്. 10 ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഏപ്രിൽ മുതൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളെ പോലെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും സിൻസിയാരിറ്റിയോടു കൂടിയുമാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അവിടെ സ്കില്ലിൻ്റെ ലേണിംഗ് ആയിരുന്നു കുറച്ച് സ്ട്രഗിൾ ചെയ്ത ഏരിയ ഞങ്ങൾ ആദ്യം. അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചുറി, നീ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തരണം ചെയ്ത് അതാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അതെല്ലാം അതിന് വേണ്ട റീഹാബ് എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് വന്നു. ടൂർണമെൻറ്റിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അതായത് എന്താ സൈക്കോളജിക്കൽ കാര്യങ്ങൾ, മെൻ്റൽ പ്രിപ്പറേഷൻ കാര്യങ്ങളിൽ കുറച്ച് ലാക്കിങ് ഉണ്ടായിരുന്നു. സോ പിന്നെ അതിലേക്ക് തിരിഞ്ഞ് അതിന് സ്പെഷ്യലൈസേഷൻ ഉള്ള നമ്മുടെ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഡൊണാൾഡ് സാറിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ അയാളെ മോൾഡ് ചെയ്ത് ആദ്യമേ അദ്ദേഹം നമ്മുടെ കോട്ടയത്ത് നടത്തിയ ഒരു ടൂർണമെൻറ്റിൽ, ഓപ്പൺ ടൂർണമെൻറ്റിൽ ആദ്യമേ സിംഗിൾസ് വിൻ ചെയ്യുകയുണ്ടായി. സോ അതിനുശേഷം അങ്ങോട്ട് അയാളുടെ ഗ്രാഫ് ഒരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു അയാളുടെ പെർഫോമൻസിൽ. അതിനുശേഷം എറണാകുളത്ത് ചേർന്ന ടൂർണമെൻറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഡബിൾസ് ഫൈനലെത്തുകയുണ്ടായി, സിംഗിൾസ് ക്വാർട്ടർ ഫൈനൽ ഔട്ടായി. അതിനുശേഷം തൊട്ടടുത്ത നമ്മുടെ റാങ്കിങ് ടൂർണമെൻ്റ് ആയിരുന്ന ട്രിവാൻഡ്രം ടൂർണമെൻറ്റിൽ അയാൾ സിംഗിൾസിലും ഡബിൾസിലും എല്ലാ ടോപ്പ് സീഡ് പ്ലെയേഴ്സിനെയും തോൽപ്പിച്ച്
ഋതികയുടെ അമ്മയാണ് ഞാൻ പഴയൊരു അത്ലറ്റാണ്. എനിക്ക് തോന്നുന്നത് മോള് നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഷട്ടിൽ ബാഡ്മിൻ്റൺ ഈ ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഒരു അണ്ടർ-11 ചാമ്പ്യൻഷിപ്പിൻ്റെ ടൈമിലൊക്കെ നമ്മൾ പാലക്കാടാണ്. ഞങ്ങൾ ഓൾറെഡി പാലക്കാട് സെറ്റിൽഡാണ്. ഞാൻ റെയിൽവേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെയുള്ള എൻ്റെ കൊളീഗായിട്ടുള്ള ഒരു പയ്യൻ, അതായത് പ്രജിത്ത് എന്ന് പറഞ്ഞൊരു പ്ലെയർ എന്ന് പറയാൻ പറ്റുമല്ല, അവനല്ലാതെ നോർമൽ അപ്പോയിൻമെൻ്റ് ആണ് റെയിൽവേയിൽ. അവൻ അത് കഴിഞ്ഞിട്ടാണ് പ്ലെയർ ആയത്. അവനാണ് കോച്ചിങ് ചെയ്യിപ്പിച്ചിരുന്നത്. നമ്മൾ അണ്ടർ ഡിസ്ട്രിക്ട് ലെവലിൽ ചാമ്പ്യൻ ആയിരുന്നു, സിംഗിൾസും ഡബിൾസും ഒക്കെ. അത് കഴിഞ്ഞ് അവിടെ സ്റ്റേറ്റ് ലെവൽ അണ്ടർ 2nd സീഡ് വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 23 ലാസ്റ്റ്, അപ്പോഴാണ് നമ്മൾ ഡിസംബറിലാണ് ആദ്യമായിട്ട് അവൻ തന്നെ, പ്രജിത്ത് തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് ഗൈഡ് ചെയ്തത് ശിവസാറിൻ്റെ അക്കാഡമിയിലേക്ക് വരാൻ വേണ്ടി. ഷിപ്സ് സ്കൂൾ ഓഫ് ബാഡ്മിൻ്റണിലേക്ക് വന്നത് പാലായിൽ. അതിന് ഡിസംബറിൽ ഒരു 10 days ക്യാമ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. ഇവിടെ ഒരു ട്രയൽ എന്നിട്ട്, കാരണം നമുക്കറിയില്ലല്ലോ അണ്ടർ-11 ഉള്ളൊരു കുട്ടി എങ്ങനെ ഇതിനെ തനിയെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് മാറി നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഈ സ്പോർട്ടും അവൾ തന്നെ സെലക്ട് ചെയ്തതാണ്. ഞാൻ അത്ലറ്റിക്സ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും അത് വേണ്ട, എനിക്ക് ഷട്ടിൽ വേണമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തത് അവൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനും വിചാരിച്ചു അപ്പോൾ കൂടെ നിൽക്കാം, അവൾ എന്തൊക്കെ ചെയ്യും നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ. ഒരു ഇനീഷ്യൽ ഞാൻ വെച്ചു ഒരു 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മാറി എൻ്റെ ഫീൽഡിലേക്ക് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല, അവൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത് മനസ്സിലായി. അപ്പോഴാണ് ശിവസാറിൻ്റെ അക്കാഡമിയിലേക്ക് മാറാമെന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ തമ്മിൽ ഉണ്ടായത്. നമ്മൾ പഴയ കോച്ച് പറഞ്ഞു അങ്ങനെ മാറണം എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾ മാറി. ഫുൾ ടൈം ട്രെയിനിങ് ആവശ്യമാണ്, അവൾ കേപ്പബിൾ ആണ് അത് ചെയ്യാനുള്ളതെന്നുള്ളത് അവൻ ഐഡൻറ്റിഫൈ ചെയ്തു ആ കോച്ച്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം ഒരു 2 months നമ്മൾ സ്കൂളുകൾ മാറുന്നതിനെക്കുറിച്ച് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താവും എന്നറിയില്ല, പെർമനൻ്റായിട്ട് ഇവിടെ നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത്. ഫസ്റ്റ് ടൈം ഞങ്ങളുടെ അടുത്ത് മാറി നിൽക്കുകയാണ് അവൾ. അപ്പോൾ 2 months നമ്മൾ വെക്കേഷനിൽ വന്ന് നിന്നപ്പോഴും ക്യാമ്പിൽ വന്നപ്പോഴും മനസ്സിലായി, അവൾ തന്നെ ഡിസൈഡ് ചെയ്തു ഓക്കെ ഇവിടെ സൂപ്പറാണ്, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിൽക്കും എന്നുള്ളത് അവൾ ഡിസൈഡ് ചെയ്തു. പിന്നെ നമ്മൾ സ്കൂൾ ചേഞ്ച് ചെയ്തു. സെൻറ്റ് മേരീസ് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത് പാല. അവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൽ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. സ്പോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അവരുടെ സൈഡിൽ നിന്നുണ്ട്. ഈ അവസരം ഞാൻ അവർക്കും ഒരു താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഹോസ്റ്റൽ താമസിക്കുന്ന ഒരു വീട് പോലുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ. അവിടുത്തെ ചേച്ചിമാരാണെങ്കിൽ ചേച്ചി, അവിടുത്തെ മറ്റു ചേച്ചിമാരെല്ലാവരും ഒരു സ്വന്തം മകളെ നോക്കുന്ന പോലെ ഫുഡിൻ്റെ കാര്യത്തിലായാലും നമുക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അതേ കംഫർട്ടിൽ അവിടെ നിൽക്കും. പിന്നെ അവിടുത്തെ ഓണർ അങ്കിളാണെങ്കിൽ പറയേ വേണ്ട, അവളുടെ ഇഷ്ടത്തിന് സ്നാക്ക് പോലും അവളുടെ ഇഷ്ടത്തിന് വൈകുന്നേരം എന്താ ഋതിക വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വാങ്ങിക്കൊണ്ട് കൊടുക്കുക. അത്രയും സൂപ്പറായിട്ട് അവരൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ടെൻഷനേ ഉണ്ടായില്ല. അവൾക്കും വീട്ടിൽ നിൽക്കുന്നൊരു ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ മറ്റു കോച്ചസ് എല്ലാവരും, ഡൊണാൾഡ് സാർ സൈക്കോളജിസ്റ്റ്, റോൺ യോഗ കോച്ച്, പിന്നെ രതീഷ് കോച്ച്, സ്വാതി സാർ, പിന്നെ നമ്മുടെ ഷിബു സാർ, ഒന്നും പറയാനില്ല. ഇവരോടൊക്കെ താങ്ക്സ് പറയാനൊന്നും പറ്റില്ല, കാരണം അതൊക്കെ വളരെ കുറഞ്ഞു പോകും, അതൊക്കെ പറഞ്ഞിട്ട് ഫോർമലാകാൻ പറ്റില്ല. സോ വളരെ നന്ദിയുണ്ട് അവളെ ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തതിന്. അവളുടെ ഉള്ളിൽ കഴിവുണ്ടായിട്ടല്ല, അതിന് നമ്മൾ കറക്റ്റായിട്ട് വേണ്ട സമയത്ത് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. കാരണം അണ്ടർ 13 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും പ്രായവും പക്വതയൊക്കെ അത്രയേ ഉള്ളൂ. ഗെയിമിനോടുള്ള ഇഷ്ടം മാത്രമേ അവരുടെ ഉള്ളിലുണ്ട് അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അതിനെ ഈ ലെവലിലേക്ക് മാറ്റിയെടുക്കുക, ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലേക്ക് മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ എല്ലാ കോച്ചസും വളരെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവളും സൂപ്പർ ഹാർഡ് വർക്കിംഗ്, എൻ്റെ മോളായതുകൊണ്ടല്ല, അവളുടെ ഒരു ചെറുപ്പം തൊട്ടേ അങ്ങനെയായിരുന്നു. അവൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അവൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് പിറകോട്ട് ഉള്ളൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവളത് വേണമെന്ന് ആഗ്രഹിച്ചാൽ അവൾക്കത് വേണം. അപ്പം ആ ഒരു ക്വാളിറ്റി അവളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് SSB.